വയനാട്ടിലെ രക്ഷാപ്രവർത്തനം ഇന്ന് 4ാം ദിനമാണ്. ബെയിലി പാലം പണിതതോടെ മുണ്ടക്കയിൽ ഇന്നു മുതൽ പൂർണ്ണ തോതിലുള്ള രക്ഷാപ്രവർത്തനം നടക്കുമെന്നാണ് കരുതുന്നത്. 6 സോണുകളായി തിരിച്ചായിരിക്കും ഇന്നത്തെ തിരച്ചിൽ. ചൂരൽമലയിൽ ചാലിയാർ പുഴയുടെ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാകും ഇന്നത്തെ പ്രധാന തിരച്ചിൽ. നിലമ്പൂരിൽ ചാലിയാറിന്റെ തീരത്ത് ഇപ്പോൾ തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. എസ്.പിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ഉടൻ ചേരും. വിശദാംശങ്ങളുമായി കെബിൻ കെന്നഡിയുണ്ട്. കെബിൻ, 4ാം ദിനമാണ് തെരച്ചിൽ അതിൻ്റെ ആദ്യഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. 6 സോണുകളായി തിരിഞ്ഞ് 40 ടീമായിട്ടുള്ള തെരച്ചിലാണ്. ബെയിലി പാലം വന്നതോടുകൂടി വലിയ പ്രതീക്ഷയുണ്ട്. എത്തരത്തിലാണ് ആദ്യ മണിക്കൂറുകളിലെ തെരച്ചിൽ, കെബിൻ? തീർച്ചയായും ആദ്യഘട്ടത്തിൽ തിരച്ചിൽ തുടങ്ങിയിരുന്നു. ബെയിലി പാലം തയ്യാറായതിനു ശേഷം വാഹനങ്ങളും, അതായത് ആർമിയുടെ വാഹനങ്ങളടക്കം മറുകരയിലേക്ക് കടത്തിവിട്ടുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ആർമി അതേപോലെ തന്നെ ക്രെയിനുകൾ ഉൾപ്പെടെ മുണ്ടക്കൈ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നൊരു സാഹചര്യമുണ്ട്. IRW ഉൾപ്പെടെ ഇവിടെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഈ 4 ദിവസം കഴിഞ്ഞ സാഹചര്യത്തിൽ ഈ ഏരിയ ഒട്ടാകെ തന്നെ ഒരു ദുർഗന്ധം ഉള്ളൊരു സാഹചര്യമാണ്. ആ ദുർഗന്ധത്തിനിടയിലുമാണ് ഇപ്പോഴത്തെ NDRF സംഘം ഇവിടെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തിരച്ചിൽ നടത്തുന്നത് വെച്ചാൽ ഇവിടെ ഇനി ഏതെങ്കിലും തരത്തിൽ മൃതശരീരങ്ങൾ ഇതിനകത്ത് പെട്ടുപോയിട്ടുണ്ടോ എന്ന തരത്തിലുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുണ്ടക്കൈ ഭാഗത്ത് കയറി വരുന്ന 6 പോയിന്റുകളിൽ ഒരു പോയിന്റിൽ 2 ടീമുകളാണ് ഇപ്പോൾ നിലവിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുക. NDRFിൻ്റെ സംഘം, അതേപോലെ തന്നെ ആർമി സംഘം, പിന്നെ IRW സംഘം, അതേപോലെ ഇത് 3 പേരുമാണ് ഈ ഏരിയയിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടിരുന്നത്. അതായത് ഇപ്പോൾ കയറി വരുമ്പോൾ തന്നെ ശക്തമായ രീതിയിലുള്ള ദുർഗന്ധമുണ്ടായിരുന്നു ഈ ഏരിയയിൽ. അപ്പോൾ ഇതിനടിയിൽ അവർ ഇന്നലെ പോയിന്റ് ചെയ്ത് വെച്ചിരുന്ന മാർക്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മൃതശരീരങ്ങൾ ഉണ്ടോ എന്ന് തന്നെ അവർ ഇപ്പോൾ മൺവെട്ടികളും പിക്കാസുകളും കൊണ്ട് കുഴിച്ച് അന്വേഷിക്കുന്നൊരു ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിൻ്റെ താഴ്വശത്തായാലും മൃതശരീരങ്ങളുടെ ഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവ ജീർണിച്ച് മണ്ണിനടിയിലേക്ക് ഉണ്ടോ, അതായത് കൃത്യമായി പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. മഴ ഉൾപ്പെടെ പെയ്യുന്നൊരു സാഹചര്യത്തിൽ രാവിലെ പ്രതികൂല കാലാവസ്ഥയാണ്. പ്രതികൂല കാലാവസ്ഥയിൽ ഇവിടെ രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ഇനി വരുന്ന സമയങ്ങളിൽ എത്തരത്തിലായിരിക്കും രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോവുക എന്നുൾപ്പെടെയുള്ളത് ഈ കാലാവസ്ഥയെ ആശ്രയിച്ചിരിക്കും. അതായത് ഇന്നലെ വൈകിട്ടോടെ മഴ ശക്തമായിരുന്നു. ആ സാഹചര്യത്തിൽ ഇവിടെ നിന്നും രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നവരെ ഉൾപ്പെടെ താഴേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞിരുന്നു. ആ സാഹചര്യത്തിൽ ഇന്ന് രാവിലെ 7 മണി തൊട്ട് വീണ്ടും രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇത്തരത്തിൽ പ്രതികൂലമായി വീണ്ടും മഴ കനത്തത്. മഴ കനക്കുന്നത് പ്രവർത്തനത്തിന് നല്ല കാര്യമല്ല. അതായത് സുരക്ഷിതത്വം, അതായത് രക്ഷാപ്രവർത്തനം നടത്തുന്നവരുടെ സുരക്ഷിതത്വം കൂടെ കണക്കിലെടുത്ത് മാത്രമേ രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കൂ എന്ന തരത്തിലാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പല പോയിന്റുകളായി 6 പോയിന്റുകളിലാണ് ഇന്ന് രക്ഷാപ്രവർത്തനം നടത്തുക. 6 പോയിന്റുകൾ, 40 പേരടങ്ങുന്ന സേനയുടെ സംഘം 6 കേന്ദ്രങ്ങളിൽ 6 സോണുകളായി തിരിച്ചു നടത്തുക. അട്ടൻമല, ആറുമല, അതേപോലെ മുണ്ടക്കൈ തുടങ്ങി 6, അതായത് ഈ ഡൗൺ സ്ട്രീം, സ്കൂൾ ഏരിയ തുടങ്ങിയുള്ള 6 കേന്ദ്രങ്ങളിലാണ് ഇന്ന് തിരച്ചിൽ നടത്തുക. അതായത് പ്രദേശവാസികളെ ഉൾപ്പെടെയുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തിരച്ചിലിനാണ് ഇന്ന് നേതൃത്വം നൽകുന്നത്. അതായത് ഈ പുഴ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്ന് തിരച്ചിൽ കൂടുതലായി നടക്കും. അതായത് ഈ പുഴയ്ക്കകത്ത് ഇനി മൃതദേഹങ്ങൾ പെട്ടുപോയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഇന്ന് പരിശോധിക്കും. അതായത് ഈ പുഴയുടെ ഒഴുക്കും അത് പുഴ എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് പ്രദേശവാസികൾക്കാണ് കൃത്യമായി അറിയാൻ കഴിയുക എന്നാണ് ഉദ്യോഗസ്ഥരുൾപ്പെടെ പറയുന്നത്. അതുകൊണ്ട് പ്രദേശവാസികളായ 40 പേരെ, ഈ പുഴയും കാടുമൊക്കെ അറിയാൻ കഴിയുന്ന പ്രദേശവാസികളായ 40 പേരെ പല 6 ഭാഗങ്ങളിലായിട്ട് 6 കേന്ദ്രങ്ങളിലായിട്ട് ഇവരെ പലരെയും വിന്യസിക്കും. എന്നിട്ട് ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ സംശയമുള്ള കാര്യങ്ങൾ, ഈ കാട് എങ്ങനെ പ്രതികരിക്കും, അതേപോലെ ഈ പുഴ എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന കാര്യങ്ങൾ, അതിലേക്ക് ഇറങ്ങുന്ന സാഹചര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആയിരിക്കും ഇവരുടെ അടുത്ത് ചോദിക്കുക. മറ്റൊരു കാര്യം, ഇന്ന് ഈ ചാലിയാർ കേന്ദ്രീകരിച്ചും തിരച്ചിൽ നടക്കും. പോലീസ് സ്റ്റേഷൻ പരിധികൾ 8 പോലീസ് സ്റ്റേഷൻ പരിധികളിലായിരിക്കും ഇന്ന് ഒരുപാട് മൃതദേഹങ്ങൾ ഇന്നലെ ചാലിയാർ പുഴയിൽ അടിഞ്ഞൊരു സാഹചര്യത്തിലാണ് 8 പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചൊരു നിലവിൽ ഇവിടെ കോസ്റ്റൽ ഗാർഡ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിച്ചേർന്ന് തിരച്ചിലിൻ്റെ ഭാഗമായും ഷിരൂർ ഉൾപ്പെടെ ഉപയോഗിച്ച ഇന്റലിജൻസ് ഡ്രോൺ ഉൾപ്പെടെയുള്ളവ ഇവിടെ കൊണ്ടുപോയി മണ്ണിനടിയിൽപ്പെട്ട് കിടന്നിരിക്കുന്ന ശരീരങ്ങളെ കണ്ടുപിടുത്തുന്നതിനായി കടാവർ ഡോഗ്. ഇത്തരത്തിൽ ചാലിയാർ പുഴ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ ഈ ഘട്ടത്തിൽ ആരംഭിച്ചിരിക്കുകയാണ്. 40 കിലോമീറ്റർ ചാലിയാറിന്റെ പരിധിയിൽ വരുന്ന 8 പോലീസ് സ്റ്റേഷന്റെ പുഴ ഭാഗങ്ങളിലാണ് പോലീസും നീന്തൽ വിദഗ്ധരായ നാട്ടുകാരും അടക്കം ചേർന്ന്
ഇപ്പോൾ തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്.